ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിച്ച് ഈ രാത്രിയിലെ ദൈവവചന പഠനത്തിന് വേണ്ടി കർത്തൃനാമത്തിൽ സ്വാഗതം ചെല്ലുന്നു. ദൈവം നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സംരക്ഷിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവിന്റെ കൃപകൾക്കായി ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കാലവും ദൈവവചന പഠനത്തിനായി ദൈവമായ കർത്താവ് ഇങ്ങനെ സൂം പ്ലാറ്റ്ഫോമിൽ ഒരു അവസരം കൂടെ നമുക്ക് ഒരുക്കി തന്നത് ഓർത്ത് വലിയവനായ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവേശുവിൽ തെരഞ്ഞെടുത്തതാകൊണ്ട് നാം ആയിരുന്ന വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനും ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവി നൽകി തന്ന് ഭൂമുഖത്ത് ഓരോ ദിവസവും ക്ഷേമത്തോടെ നടത്തുവാനും വാഗ്ദത്തങ്ങൾ നമ്മിൽ സമയാസമയത്ത് നിറവേറ്റുവാനും ദൈവത്തിന്റെ വിശ്വസ്തത നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ഈ രാത്രി കർത്താവിന് നമുക്ക് നന്ദി കരേറ്റാം. ദൈവത്തിന്റെ ദയ വിശ്വസ്തത നമുക്ക് ചുറ്റും പരിചയമായി ഉള്ളത് കൊണ്ട് പെരുവെള്ളം നമുക്ക് നേരെ വരുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെടാത്ത പല അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും താളടിയായി പോകാതെ ദൈവിക പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. നാം ദൈവവചന പഠനത്തിലേക്ക് വേഗത്തിൽ കടക്കാം. അതിനാധാരമായി നാം ചിന്തിക്കുന്നത് തുടർമാനമായി പഠിക്കുന്ന ക്ലാസ് ആണല്ലോ പത്രോസ് എഴുതിയ 1-ാം ലേഖനം. അതിന്റെ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത്. വളരെ ആഴത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആണ് അത്. വിഷയത്തിൽ തന്നെ അതിനുള്ളിൽ ചില വിഷയങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് നാം ആ വിഷയത്തിൽ ചിന്തിക്കുകയാണ്. അതിനാധാരമായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യം വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവേശു ഈ ലോകത്തിൽ മനുഷ്യനായി കടന്നു വന്നുകൊണ്ട് മാനവരാശി പാപത്തിനും പിശാചിനും അടിമപ്പെട്ട് കിടക്കുമ്പോൾ മനുഷ്യൻ അതിൽ നിന്ന് സ്വയം സ്വതന്ത്രനാകുവാനോ രക്ഷ പ്രാപിക്കാനോ കഴിയാത്ത ഇടത്ത് സാത്താൻ മനുഷ്യന്റെ മേൽ ആധിപത്യം വെച്ചുകൊണ്ടിരുന്നപ്പോൾ മനുഷ്യനായി ഈ ലോകത്തിൽ കടന്നു വന്ന് ക്രിസ്തുവേശു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അതിലൂടെ നമുക്ക് വിജയമെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. എങ്കിലും പിശാച് തന്റെ പ്രവൃത്തി മനുഷ്യരോടുള്ള ബന്ധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം പരിജ്ഞാനത്തിൽ ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കുമ്പോൾ തന്നെ ശത്രുവിന്റെ തന്ത്രങ്ങളെയും തിരിച്ചറിയേണ്ട ആവശ്യകതയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: ശത്രുവിന്റെ തന്ത്രങ്ങളെ, സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ, അങ്ങനെയെങ്കിൽ അറിയുന്നവരാകണമെന്നാണ് ആ വാക്കിന്റെ നേരെയുള്ള അർത്ഥം. അതറിയുന്നത് ആരുടെയെങ്കിലും തോന്നലിലല്ല, വാക്ചാതുര്യമുള്ള ഏതെങ്കിലും ദൈവദാസന്റെ പ്രസംഗത്തിൽ നിന്നല്ല. അതൊക്കെ നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കി തരുമെങ്കിലും ദൈവവചന പരിജ്ഞാനത്തിലാണ് ദൈവത്തെയും ദൈവത്തിന്റെ വഴികളെയും അതോടൊപ്പം നമ്മുടെ പ്രതിയോഗിയെയും നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ രാത്രി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. തിരുവെഴുത്ത് നമുക്ക് ഗ്രഹിക്കേണ്ടതിന്, കർത്താവ് ബുദ്ധിയെ പ്രകാശിപ്പിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ നമുക്ക് പൊരുള് തിരിച്ചു തന്നെങ്കിൽ മാത്രമേ ദൈവവചനം നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കേൾക്കുക മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമുണ്ട്. ഈ രാത്രി ദൈവിക ശുശ്രൂഷ ദൈവഹിത പ്രകാരം ചെയ്തെടുക്കേണ്ടതിന് നമുക്ക് വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ ഹൃദയം ഒന്ന് ഐക്യപ്പെടുത്തി വചനത്തിന്റെ വാതിലുകളെ തുറന്നു തരുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിന്റെ രാത്രിയാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു പകൽക്കാലത്തിന് ശേഷം രാത്രിയാമത്തിൽ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അങ്ങയുടെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, നിന്റെ തേജസ് ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജഡത്തിൽ കഷ്ടങ്ങളും വേദനകളും ലോകത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾ നേരിട്ട് ജീവിക്കുമ്പോഴും ഭാഗ്യകരമായ പ്രത്യാശയോടെ ഞങ്ങൾ ഭൂമുഖത്ത് ജീവിക്കുന്ന കർത്താവേ, ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അതിന്റെ പ്രതാപം കഷ്ടതയും വേദനയും അത് വേഗം കഴിഞ്ഞു പോകും, ഞങ്ങൾ പറന്നു പോകുമെന്ന് ഭക്തൻ പാടുന്നത് പോലെ ഭൂമുഖത്ത് ഞങ്ങൾക്ക് തരുന്ന
ആയുസ് കർത്താവെ അത് എത്ര വർഷമാണ് ദൈവം തരുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എങ്കിലും ആരോഗ്യകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വിശുദ്ധ വിളിയാൽ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ഈ രാത്രികാലം ഞങ്ങൾക്ക് ഐശ്വര്യമായി വിളമ്പി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാഗൽഭ്യത്തോടെ നിന്റെ ജനത്തെ ശുശ്രൂഷിക്കുവാൻ ഈ ദാസന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവവചന സത്യങ്ങളെ പഠിക്കുവാനും കർത്താവെ ശത്രുവിന്റെ മേൽ ഞങ്ങൾക്ക് ജയമെടുക്കുവാനും ഈ രാത്രി കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ലിങ്ക് ചെയ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം കരയേറ്റുന്നു. ഇനിയും ലിങ്ക് ചെയ്യാനുള്ളവരെ തടസ്സങ്ങളെ മാറ്റി കർത്താവെ വേഗത്തിൽ കൂട്ടി വരുത്തി ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ അവിടെ ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രതയോടെ ഞങ്ങളെ ദൈവസന്നിധിയിൽ ഇരുത്തണമേ. ദൈവവചനം പ്രമാണിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. ഇതുവരെ ഞങ്ങളെ നടത്തിയ നല്ല ദൈവത്തിനായി സ്തോത്രം. തിരക്കിടങ്ങളില്ലാത്ത ഞങ്ങൾ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ഈ രാത്രി കാലവും കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ചിന്തിക്കുന്നത്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം കെട്ടുന്നുവല്ലോ. സാത്താൻ വെളിച്ചദൂതന്റെ വേഷം കെട്ടുന്നു എന്ന് പറയുമ്പോൾ ആമേൻ ഐഡന്റിക്കലായ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ കേൾവിക്ക് ആമേൻ ഒറിജിനൽ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ആമേൻ സാത്താന്റെ ആമേൻ പ്രവൃത്തി എന്ന് പറയുന്നത് ഉള്ളതിന്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്യുക, ഇല്ലാത്ത ഒരു വ്യാജത്തെ ഉണ്ടെന്ന് സമർത്ഥിക്കുക. ഇതൊക്കെയാണ് സാത്താന്റെ ചില ആമേൻ ഉപദേശങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. വാസ്തവത്തിൽ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ അതിന്റെ ആഴങ്ങളെ പഠിക്കുമ്പോൾ ഞാൻ ഈ വചനം ചിന്തിക്കുമ്പോൾ ഇപ്രകാരം ഓർക്കുകയായിരുന്നു. സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ഭക്തൻ, ആമേൻ സ്തോത്രം, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഭക്തനാണ്. നല്ലൊരു മിഷണറി ആയിരുന്നു. അദ്ദേഹം തന്റെ ജീവിത കഥയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആമേൻ താൻ പറയുന്നത് താൻ വർഷങ്ങളോളം ആമേൻ സ്തോത്രം കർത്താവിനെ സേവിപ്പാനും ദൈവത്തിന്റെ വേല ചെയ്യാനും ഒക്കെ ഇടയായി. പലപ്പോഴും യേശു ക്രിസ്തു തനിക്ക് ജഡത്തിൽ വെളിപ്പെടാൻ ഇടയായിട്ടുണ്ട്. താനത് വ്യക്തമാക്കുന്നുണ്ട്. പലപ്പോഴും യേശു ക്രിസ്തു തന്റെ ആ മഹത്വത്തോടുകൂടെ വെളിപ്പെടുന്ന അനുഭവങ്ങൾ തന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ താൻ സാക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് എനിക്കുണ്ടായ ഒരു അനുഭവത്തെ തന്റെ പുസ്തകത്തിൽ അദ്ദേഹം വരച്ചു വെച്ചിട്ടുണ്ട്. എന്നും കാണുന്ന രൂപത്തിൽ യേശു ക്രിസ്തു സിമിലർ ആയിട്ട് എന്നും കാണുന്ന അതേ രൂപത്തിൽ ആമേൻ സ്തോത്രം ഒരു വ്യക്തിത്വം പ്രാർത്ഥനയിൽ വെളിപ്പെട്ടു വരാൻ ഇടയായി. ആമേൻ സ്തോത്രം. എന്നാൽ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. കാരണം ഫേസ് ഒക്കെ ഒരുപോലെ ഇരിക്കുന്നെങ്കിലും ഒരു കള്ളച്ചിരി. അദ്ദേഹം എങ്ങനെയാ പറഞ്ഞത്? സ്പിരിറ്റിൽ താൻ ഫീൽ ചെയ്തു. കണ്ടാൽ കാഴ്ചയ്ക്ക് തലമുടിയും ഫേസും എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അതിലൊരു വശ്യത കാണാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, തനിക്ക് മനസ്സിലായത് സാത്താനാണ്, വെളിച്ചദൂതൻ വന്നിരിക്കുകയാണ്. താൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയും ഇമ്മീഡിയറ്റ്ലി അത് തന്റെ ആ വിഷനിൽ നിന്ന് മാറിപ്പോകാനിടയായി തീർന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതിന്റെ അടുത്ത ദിവസം താൻ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ രൂപം തന്നെ വരാനിടയായി. അവൻ തനിക്ക് ഒരു ഡൗട്ട് തോന്നി, ഇനി ഇന്നലെ വന്ന അതേ സാത്താൻ തന്നെയാണോ ഇന്ന് അവൻ വന്നിരിക്കുന്നത്? താൻ ശാസിച്ചപ്പോൾ കർത്താവ് തന്റെ 2 കരങ്ങൾ മുമ്പോട്ട് നീട്ടി, ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടിയിട്ട് പറഞ്ഞു, ഇത് ശാസിക്കേണ്ട, ഇത് ഞാൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, സിമിലാരിറ്റി. ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ ജീവിതത്തിൽ തന്റെ ദർശനത്തിൽ വെളിപ്പെട്ട ഒരു ദർശനം പോലും ആമേൻ തന്നെ പൊല്യൂട്ട് ചെയ്യുവാൻ, ഏകാഗ്രത നഷ്ടപ്പെടുത്തുവാൻ ശത്രു പ്രവർത്തിക്കുന്ന രീതികളെ കുറിച്ചാണ് സാധു സുന്ദർ സിംഗ് പറയുവാനിടയായി തീർന്നത്. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, ഈ ആമേൻ ദൈവവചനത്തിലും ഉപദേശത്തിലുമാണ് സാത്താൻ പലപ്പോഴും മനുഷ്യനെ തെറ്റിക്കുവാൻ ആമേൻ ഇടയായി തീരുന്നത്. ദൈവം ആഗ്രഹിക്കുന്നതും വചനം വ്യവസ്ഥ ചെയ്യുന്നതുമായ കാര്യങ്ങൾ മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. വിശുദ്ധിയോട് ദൈവം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. വിശ്വാസത്തോട് ദൈവം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. അതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ മാത്രമേ ദൈവം കൈക്കൊള്ളുവാനിടയാവുകയുള്ളൂ. എന്നാൽ സാത്താന്റെ ഒരു പ്രത്യേകത എന്താണ്? അതിൽ പൂർണ്ണതയൊന്നും വേണമെന്നില്ല. അവനൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തുവിലുള്ള ഏകാഗ്രതയിലേക്ക് ഒരു മനുഷ്യനും എത്തിച്ചേരരുത്. ആ പൂർണ്ണതയിലേക്ക് ആരും എത്തിച്ചേരരുത്. പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ പാടുന്നത് കൊണ്ടോ ദൈവവചനം വായിക്കുന്നത് കൊണ്ടോ വിടുതൽ എടുക്കുന്നതുകൊണ്ടോ ഒന്നും പിശാചിന് അവൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് പ്രാരംഭത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് ദുരുപദേശത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത് സത്യോപദേശവും ദുരുപദേശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത്രേ. ആമേൻ. സാത്താൻ പലപ്പോഴും
പ്രചരിപ്പിക്കുന്നത് ദുരുപദേശങ്ങളാണ്. ആമേൻ. കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം നോക്കുക. ദുരുപദേശത്തെ എന്തിനോടാണ് യേശു ആമേൻ സ്തോത്രം കമ്പയർ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആമേൻ സ്തോത്രം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം ആദ്യം ഒന്ന് വായിച്ചോട്ടെ. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 6. ഇന്ന് സാധാരണ വായിക്കുന്ന കുമാർ ബ്രദറില്ല, നിങ്ങൾ സഹകരിക്കുക. എന്നാൽ യേശു അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെയും സദൂക്കരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവായ യേശു ആമേൻ പരീശന്മാരുടെയും സദൂക്കരുടെയും പുളിച്ച മാവ്. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അവര് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഇത് അപ്പം എടുക്കാത്തതിന് യേശു നമ്മളോട് പറഞ്ഞ. കാരണം പുളിച്ച മാവെന്ന് വരുമ്പം അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അപ്പത്തെ കുറിച്ചാണ്. ഇതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വചനത്തിന്റെ മർമ്മം അറിയാത്ത ഒരുത്തന് ഇത് ഉണ്ടാകുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ആണിത്. പുളിച്ച മാവെന്ന് കേട്ട് കഴിഞ്ഞാൽ അവൻ അപ്പത്തെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. വാസ്തവത്തിൽ പരിജ്ഞാനത്തിൽ കർത്താവ് പറഞ്ഞത് പുളിച്ച മാവെന്ന് പറയുന്നത് എന്താണെന്ന് അതിന്റെ 12-ാം വാക്യത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്. അതേ അധ്യായത്തിന്റെ 12-ാം വാക്യം. അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്കരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. നോക്കുക, ദുരുപദേശം പഠിപ്പിക്കുന്ന സദൂക്കരെ കുറിച്ച് കർത്താവ് പറയുകയാണ് അത് പുളിച്ച മാവിന് സദൃശ്യം. എന്താണ് പുളിച്ച മാവിന്റെ കുഴപ്പം? അവനെ ഈ അല്പം പുളിപ്പ് മുഴുപിണ്ടത്തെ പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മീയതയെ കണ്ടാമിനേറ്റ് ചെയ്യുവാൻ ഒരു ദുരുപദേശത്തിന് സാധിക്കും. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നല്ല ഉപദേശത്തിന്റെ ഇടയിലേക്ക് ഒരു ദുരുപദേശത്തിന് ഇടം കിട്ടിക്കഴിഞ്ഞാൽ ആ നല്ല ഉപദേശത്തെ കൂടി അതിൽ പൊല്യൂട്ട് ചെയ്തുകൊണ്ട് ആ ക്രിസ്തുവിനോടുള്ള ഭക്തിക്കും ആ സ്നേഹത്തിനും ഒക്കെ അതിന് ഡീവിയേഷൻ വരുന്നതായി നമുക്ക് കാണാൻ ഇടയായി തീരും. കാരണം ദൈവം പറയുന്നു തന്നെ പൂർണ്ണ ഹൃദയത്തോടെ തനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഏകാഗ്രതയും നിർമ്മലതയും ആമേൻ ഉണ്ടായിരിക്കണം. അപ്പോസ്തലൻ അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ 11-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടു വഷളായി പോകുമോ. ഇതാണ് പിശാച് ആ ഒരു പ്രിസൈസ്ഡ് ആയിട്ടുള്ള അല്ലെ ആ ടാർജറ്റഡ് ആയിട്ടുള്ള അനുഭവത്തിൽ നിന്ന് അതിന്റെ ചുറ്റുമൊക്കെ നടന്നു, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന്റെ അപൂർണതയിൽ എത്തരുത്. ഇതാണ് പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പെർഫെക്ഷനിൽ നാം എത്തിച്ചേരരുത്. അതിനുവേണ്ടി പിശാച് മറ്റെന്ത് കാര്യങ്ങൾ ആമേൻ സ്തോത്രം സഹായങ്ങൾ വേണമെങ്കിൽ ചെയ്തു തരും, നമുക്ക് ഉപകാരങ്ങൾ വേണമെങ്കിൽ ചെയ്തു തരും. നമുക്കറിയാം ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സെക്കൻഡറി ആയ അനുഭവമാണ്. ഈ ഒരു കാര്യം നമ്മളെ തന്നെ പഠിപ്പിക്കണം. നാം അത്ഭുതങ്ങളോ അടയാളങ്ങളോ വിടുതലോ നോക്കിയല്ല ജീവിക്കുന്നത്. ആമേൻ, അത് നമുക്ക് ആവശ്യവുമാണ്, അത് ദൈവം തരാൻ വിശ്വസ്തനുമാണ്. പക്ഷേ നമ്മുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് അതല്ല. നമ്മുടെ പ്രൈമറി ഗോൾ മറ്റെന്തോ ആണ്. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യത്തെ ഞാനും നിങ്ങളും ആഗ്രഹിച്ചു മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് സെക്കൻഡറി ആയ വിഷയമാണ്. പൗലോസാണ് അത് നമുക്ക് അതിനൊരു പ്രബോധനം തരുന്നത്. വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നിങ്ങൾക്ക് സകലതും നൽകി തരാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ അവൻ വേണമെങ്കിൽ അവൻ കുറച്ച് പണം മുടക്കിയാൽ പല കാര്യങ്ങളും ലോകത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എന്നാൽ പൗലോസ് പറയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ആ കാര്യം ആർക്കും നൽകിത്തരാൻ സാധ്യമാകാതെ വണ്ണം സഹോദരൻ ശവക്കുഴി കാണാതെ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ആർക്കും കഴിയാതിരിക്കെ നമ്മുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി ജീവനെ നൽകി തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകി തരാതിരിക്കുമോ. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും ആവശ്യമുണ്ട്, അത് ദൈവം തരികയും ചെയ്യും. അപ്പോൾ തന്നെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള കാര്യത്തെ ഞാനും നിങ്ങളും മുന്നിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോഴാണ് ഈ പഥ്യവചനവും ഉപദേശവും ഒക്കെ വിലയേറിയതായി മാറുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കൂടാതെ ഇന്ന് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലാണ്. നമുക്ക് എങ്ങനെ ജീവിതം കുറച്ചുകൂടെ ആസ്വാദികരമാക്കാമെന്നല്ല നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ കുറച്ചുകൂടെ ഫ്ലറിഷ് ആക്കാൻ എങ്ങനെ, അല്ലെങ്കിൽ ഒരു പ്രോസ്പർ ആക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒരു സക്സസ് ആക്കാൻ നമ്മൾ സ്തോത്രം കൂടുതൽ പരിശ്രമിക്കുന്ന ഒരു പ്രത്യാശ അല്ല നമ്മെ സംബന്ധിച്ച്. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഐ റിപ്പീറ്റ്, അതിനൊന്നും ഞാൻ എതിരല്ല. കാരണം അതല്ല നമ്മുടെ ലക്ഷ്യം. എന്നാൽ അതൊക്കെ വേണ്ട സമയത്ത് ദൈവം നമുക്ക് നൽകി തരിക തന്നെ ചെയ്യും. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ലഭിച്ച നാം
മറ്റെന്തിനോ വേണ്ടി ഉള്ളിൽ ഞരങ്ങിക്കഴിയുന്നു. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു തേങ്ങലിനെ കുറിച്ച്, ഒരു ഞരക്കത്തെ കുറിച്ച്, എപ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ നീതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രാണന് വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ വരവിന്റെ പ്രത്യാശയിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നുണ്ടെങ്കിൽ, ഈ ഞരക്കം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വായിച്ചാട്ട് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം, ആമേൻ സ്തോത്രം, അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചാട്ടോ. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇതുവരെ വീണ്ടെടുപ്പ് ലഭിച്ചിട്ടില്ല. നമ്മുടെ ആത്മാവിന് മാത്രമേ വീണ്ടെടുപ്പ് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ബലഹീനതകളും രോഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ കടന്നു വരുന്നത്. നമ്മുടെ ബോഡിക്ക് ഇതുവരെ റിഡംഷൻ ലഭിച്ചിട്ടില്ല. അവൻ പുത്രത്വം എന്ന് പറയുന്ന അവകാശം പൂർണ്ണമാകുന്നത് നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് ലഭിക്കുമ്പോഴാണ്. എപ്പോഴാണ് ഈ ശരീരത്തിന് വീണ്ടെടുപ്പ് ലഭിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ കൂടെ പറയുന്നത്, കർത്തൃമാശ കഴിയുമ്പോൾ മാറാനാഥ, കർത്താവേ വേഗം വരണമേ എന്ന് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നതിന്റെ റീസൺ എന്താണ്? നീ വന്നാലേ ഞങ്ങളുടെ ശരീരത്തിന് റിഡംഷൻ നടക്കുകയുള്ളൂ. ഇന്ന് ആത്മാവിന്റെ വീണ്ടെടുപ്പ് ലഭിച്ച നാം എപ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഞരക്കം നമുക്കുണ്ട്. ഈ മർത്യമായ ശരീരം മാറി അമർത്യത ലഭിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യാശ. മറ്റുള്ളതെല്ലാം സെക്കൻഡറി ആണ്. യേശുവിന്റെ വരവെങ്കിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ പ്രത്യാശിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഒരു വിടുതൽ ഈ ലോകത്തിൽ ലഭിച്ചില്ലെങ്കിലും അവരതിനെ വലിയ കൺസേൺഡ് ആകത്തില്ല. ചിലരെ സംബന്ധിച്ച് വിടുതൽ കിട്ടിയില്ലേ അവർക്ക് ശ്വാസം മുട്ടും. ഹല്ലേലൂയ. അത്ഭുതം കണ്ടില്ലെങ്കിൽ അവർ ശ്വാസം മുട്ടും. ഞാൻ ഇപ്രകാരം പറയാറുണ്ട്, ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകുന്ന ഏറ്റവും വലിയ അത്ഭുതം, ക്യാൻസർ മാറുന്നതിനേക്കാൾ ആ ഒരു വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകുന്ന ദൈവം നോക്കുമ്പോൾ വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഒരു രോഗിക്ക് സൗഖ്യം കിട്ടുന്നതിൽ സ്വർഗത്തിൽ സന്തോഷമെന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഒരു കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു പാപിക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നു. ഒരു വ്യക്തി ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ ആ പിതാവിന് സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് ബൈബിൾ തരുന്ന ചില ഉപദേശങ്ങളും പഠനങ്ങളും. അങ്ങനെയെങ്കിൽ സാത്താൻ എപ്പോഴും ആമേൻ സ്തോത്രം ഫോക്കസ് ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. അവൻ യേശുവിന്റെ ക്രൂശ് മരണത്തെയോ യേശുവിന്റെ പുനരുദ്ധാനത്തെയോ അതിന് പ്രാധാന്യം കൊടുക്കാതെ, അല്ലെങ്കിൽ ദൈവമക്കളുടെ പ്രത്യാശയാകുന്ന ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള യേശുവിന്റെ മധ്യാകാശ വരവിന് ഫോക്കസ് ചെയ്യാതെ മറ്റ് പല കാര്യങ്ങളിലേക്ക് മനുഷ്യന്റെ ഹൃദയത്തെ അവരുടെ വിടുതലിലേക്കും അവരുടെ ആമേൻ സ്തോത്രം അത്ഭുതങ്ങളിലേക്കും അവരുടെ ആഗ്രഹങ്ങളെ അത്യാഗ്രഹങ്ങളാക്കിയും മോഹങ്ങളെ ദുർമോഹങ്ങളാക്കിയും വശീകരിക്കുന്ന ഒരു ലോകത്തിൽ, അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ലോകത്തിൽ ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കട്ടെ. വെളിച്ച ദൂതനായി വേഷം കെട്ടുന്ന സാത്താനും അവന്റെ ശുശ്രൂഷകരും, അവരുടെ ലീഡർ സാത്താനാണെങ്കിലും ഏജന്റന്മാർ ഒരുപാട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് യേശുവിന്റെ നാമവും പേറി. ഹല്ലേലൂയ. വെളിച്ചദൂതൻ എന്ന് പറയുമ്പോൾ തന്നെ കാഴ്ചയ്ക്ക് വെളിച്ചദൂതനാണ്, യഥാർത്ഥത്തിൽ അവൻ ഇരുട്ടിന്റെ പ്രഭുവാണ്. അവൻ പുറമേയുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണ് അവനിലുള്ളത്. അവൻ സ്തോത്രം, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണ് അവൻ സ്തോത്രം പിശാചിലുള്ളത്. അതുകൊണ്ടാണ് പല ശുശ്രൂഷകളും നമ്മൾ ഇന്നത്തെ തലമുറയിലുള്ള ന്യൂജൻ ശുശ്രൂഷകളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതിനകത്ത് ജഡത്തിന്റെയും ലോകത്തിന്റെയും ഒരുപാട് ഇൻഫ്ലുവൻസുകൾ കിടക്കുന്നതായി നമുക്ക് കാണാം. ആദിമ നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് സകല കാര്യങ്ങളും നടന്നതെങ്കിൽ, എല്ലാറ്റിന്റെയും നിയന്ത്രണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നടത്തിയിരുന്നതെങ്കിൽ, ഇന്നത്തെ തലമുറയിൽ പണവും സ്വാധീനവും കഴിവുകളും ഒക്കെ ആമേൻ സ്തോത്രം ആ ഏരിയ ഒക്കെ എൻക്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ ഇടയാകുന്നുണ്ട്. ലൈറ്റ് ഇഫക്റ്റുകൾ കൊണ്ട്, അല്ലെങ്കിൽ ശബ്ദ ഗാംഭീര്യങ്ങൾ കൊണ്ട്, താളമേള ലയങ്ങൾ കൊണ്ട് ആമേൻ സ്തോത്രം ആരാധനയെ കൊഴിപ്പിക്കുന്ന അനുഭവങ്ങളും ഇതെല്ലാം പരിശുദ്ധാത്മാവിലാണെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ ആമേൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം.
അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടായത് കൊണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകണമെന്നില്ല. മാനുഷികമായ രീതിയിലും ഇതൊക്കെ ഒരു പരിധി വരെ, എന്നാൽ എല്ലാം അതാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. എപ്പോഴും ഓർക്കണം, യേശുവിന്റെ പരമയാഗത്തിന് ആമേൻ സ്തോത്രം പ്രാധാന്യം കൊടുക്കാത്ത, അവന്റെ നിഷ്കളങ്ക രക്തത്തിന് പ്രാധാന്യം കൊടുക്കാത്ത, അവന്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യന് ലഭിച്ച വീണ്ടെടുപ്പിന് പ്രാധാന്യം കൊടുക്കാത്ത, ദൈവമക്കളുടെ പ്രത്യാശയായ യേശുവിന്റെ മധ്യാകാശ വരവിനെ ഫോക്കസ് ചെയ്യാത്ത ഒരു പഠനവും ഉപദേശവും ദൈവമക്കൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. കാരണം നാം ജഡത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. നാം ജഡത്തിൽ ഓൾറെഡി വേദപുസ്തകം പഠിപ്പിക്കുന്ന നമ്മൾ മരിച്ചിരിക്കുന്നു. ആമേൻ. ജഡത്തിൽ നാം ഓൾറെഡി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മുടെ ആത്മാവിന്റെ പ്രത്യാശയിലാണ്. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭൂമിയിലെ ആയുസ് എന്തൊക്കെ നമ്മിലൂടെ ചെയ്തെടുക്കാനുണ്ടോ അതെല്ലാം ദൈവം ഭംഗിയായി നമ്മിലൂടെ പരിശുദ്ധാത്മാവിനെയും കൃപയെയും നൽകിത്തന്ന് അത് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ വെളിച്ചദൂതന്റെ വേഷം കിട്ടിവരുന്ന ആമേൻ സാത്താന്റെ ശുശ്രൂഷകരും വചനത്തിൽ കൂട്ടിച്ചേർക്കുകയും ബോധിച്ചതുപോലെ നീക്കിക്കളയുകയും പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. വ്യാജമായതിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കബളിപ്പിക്കുന്ന വീരനാണ് സാത്താൻ. വ്യാജം ഇപ്പം നമ്മളെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് ഇന്ന് ഈ സമകാലിക ലോകത്തിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച്, അതായത് ഏത് പാർട്ടിയാന്ന് ഞാൻ പറയത്തില്ല, അവരുടെ പ്രത്യയശാസ്ത്രം തന്നെ പറയുന്നത് ഒരു കള്ളത്തെ 100 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞാൽ അതങ്ങ് സത്യമാകും. അതാണ് അവരുടെ പാർട്ടി ഞാൻ പറയത്തില്ല, അറിയാവുന്നവരുണ്ടാകാം. ഒരു കാര്യത്തെ 100 പ്രാവശ്യം, അത് വ്യാജമാണ്, 100 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ അത് സത്യമായി കൊള്ളുമെന്നാണ് അവരുടെ പ്രത്യയശാസ്ത്രം. ഇതെല്ലാം തട്ടിപ്പ് വീരനായ പിശാചിൽ നിന്ന് വന്നിരിക്കുന്ന സാധനങ്ങളാണ്. ഹല്ലേലൂയ. അവൻ വ്യാജമാണ് പലപ്പോഴും. ഈ വ്യാജത്തെ സത്യമാണെന്ന് മനുഷ്യനെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം വിശ്വസിപ്പിക്കാൻ ചില ഗമ്മിക്കുകളൊക്കെ കാണിച്ചുകൊണ്ട് വിശുദ്ധന്മാരെയും വൃതന്മാരെയും തെറ്റിക്കുന്ന ഒരു കാലം. ദൈവമക്കളോട് പറയട്ടെ, നമ്മൾക്ക് ഒരു അത്ഭുതവും ഇനി കാണണ്ടേ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാറുണ്ട്, ഒരു അത്ഭുതവും കാണേണ്ട ആവശ്യമില്ല. ആമേൻ സ്തോത്രം. വീണ്ടെടുപ്പിന്റെ സന്തോഷം ലഭിച്ച ഒരു ദൈവ പൈതലിനും അത്ഭുതം കണ്ടിട്ടല്ല നമ്മുടെ ക്രിസ്തീയതയെ മുന്നോട്ട് നയിക്കേണ്ടത്. ഹല്ലേലൂയ. അത്ഭുതമൊക്കെ നടക്കേണ്ട സമയങ്ങളിൽ ദൈവം നടത്തിക്കോളും. കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിപ്പീൻ. ഈ കിട്ടുന്നതെല്ലാം അത് അത്ഭുതമാകട്ടെ, അടയാളമാകട്ടെ, ഈ ലോകം കൊണ്ട് തീർന്നു പോയി. ഈ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നമുക്കുണ്ടാകണം. മരണം കൊണ്ട് നീങ്ങിപ്പോകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഉയർച്ച കിട്ടിയാലും ആ ഉയർച്ച കല്ലറ കൊണ്ട് തീർന്നു. അതിനപ്പുറത്തേക്ക് ഈ അത്ഭുതത്തിനൊന്നും എന്നെയും നിങ്ങളെയും കൊണ്ടെത്തിക്കാൻ സാധ്യമല്ല. മറിച്ച് നാം പ്രാപിച്ച വീണ്ടെടുപ്പ് നമ്മെ കല്ലറയുടെ അപ്പുറത്തേക്ക് കൊണ്ടുചെല്ലാൻ പര്യാപ്തമത്രേ. അപ്പൊ നമ്മൾ എന്തിനാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഈ ലോകത്തിലെ സുഖകരമായ ഒരു അനുഭവത്തെ കർത്താവിനെ സേവിച്ച് അതിനെ കുറെ കൂടി നല്ല മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കുക എന്നുള്ളതിനേക്കാൾ നിത്യതയുടെ ദർശനം പ്രാപിച്ച് അവിടെ ഞാൻ കടക്കുമെന്ന് ഉറപ്പിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് നമ്മുടെ ദൈവവചനത്തിന്റെയും ഉപദേശത്തിന്റെയും കാതൽ എന്ന് പറയുന്നത്. നമുക്ക് 2 വാക്യം ഈ പറഞ്ഞതിനോട് ചേർന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം വായിച്ചോട്ടെ. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 44. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു. അവനിൽ സത്യം ഇല്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ പോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ പോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു. അവന്റെ ഒരു ആമേൻ സ്തോത്ര എക്സ്റേ ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. യഹൂദന്മാർ യേശുവിന്റെ വാക്കുകളെ കൈക്കൊള്ളാതെ ആമേൻ അതിനോട് മറുതലിച്ച് നിൽക്കുമ്പോൾ അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളായിരുന്നുവെങ്കിൽ. അവർ അവകാശവാദം പറയുന്നുണ്ട്. ബൈ ബർത്ത് ഞങ്ങൾ ജീനിയോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. ജഡപ്രകാരം ഞങ്ങൾ അബ്രഹാമിന്റെ അല്ലെങ്കിൽ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ഗോത്രത്തിൽ പിറന്ന ജഡത്തിലെ ഇസ്രായേൽ മക്കളാണ്. അപ്പോൾ കർത്താവരോട് പറയുകയാണ്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളായിരുന്നുവെങ്കിൽ അബ്രഹാം ചെയ്തത് നിങ്ങളും ചെയ്യുമായിരുന്നു. എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അബ്രഹാമിന്റെ പ്രവൃത്തിയല്ല.
ആമേൻ സാത്താന്റെ പ്രവൃത്തി അത്രേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, സാത്താന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനാണ്, അതിന്റെ അപ്പനാണ്. അവൻ പറയുമ്പോൾ സ്വയത്തിൽ നിന്നെടുത്ത് പറയുന്നു. ഇതാണ് ഇന്നത്തെ ആമേൻ സ്തോത്രം ഒരു ശുശ്രൂഷ മേഖലയിൽ സ്വയത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. പരിശുദ്ധാത്മാവിലല്ലാതെ തന്റെ സ്വയത്തിൽ നിന്ന് വരുന്ന ആമേൻ തന്റെ ബുദ്ധിയിൽ നിന്ന് വരുന്ന തന്റെ ചിന്തയിൽ നിന്ന് വരുന്ന അനുകൂല അവസ്ഥകളെ ക്രോഡീകരിച്ച് പരിശുദ്ധാത്മാവിലല്ലാതെ വരുന്ന ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അതിനുവേണ്ടി കാണിക്കുന്ന പലപ്പോഴും അതിന്റെ ചെറിയൊക്കെ നമൂന നമുക്ക് പലപ്പോഴും യൂട്യൂബിലൊക്കെ കിട്ടുന്നുണ്ട്. പലരും അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ആമേൻ സ്തോത്രം അവരുടെ പ്രവർത്തന ശൈലികളെ കുറിച്ചൊക്കെ ആമേൻ ചെറിയ ക്ലിപ്പിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അവിടെയൊക്കെ കിടക്കുന്നില്ല. ഇവിടെ പറയുന്നു, അവൻ സംസാരിക്കുമ്പോൾ ഇത് അവൻ കൺവിൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കുക. ഏദൻ തോട്ടത്തിന്റെ കാര്യം എടുത്താൽ മതി. ഹവ്വയുടെ അടുക്കലേക്ക് കടന്നു വന്ന് പറയും, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. എന്തൊരു ഉറപ്പാണ്, എന്തൊരു ധൈര്യത്തോടെ പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. ദൈവം എന്താണ് അവരോട് പറഞ്ഞത്? നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. കർത്താവ് നിശ്ചയം മരിക്കും കേട്ടോ, അതുകൊണ്ടൊന്നും ചെയ്യരുതെന്നും പറഞ്ഞില്ല. കർത്താവ് ഒരൊറ്റ കണ്ടീഷനെ കൊടുത്തുള്ളൂ. കർത്താവിന് ഇതിനെ പൊലിപ്പിക്കേണ്ട കാര്യമില്ല, അതിനെ മസാലയിട്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഇന്നും അന്നും ദൈവം പറയുന്നത് കൃത്യമാണ്, വ്യക്തമാണ്. അവരോട് പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ഒറ്റ കൽപ്പന കൊണ്ട് ആ കംപ്ലീറ്റ് കാര്യം അവിടെ തീർന്നു. എന്നാൽ പിശാചു എന്ന് പറഞ്ഞ എന്താ? അവനതിനെ പൊലിപ്പിച്ച് മസാല ഇട്ടത് കണ്ടോ? ഈ മസാല ഇടുന്ന സ്വഭാവവും ഒരു രീതിയിൽ ആമേൻ സ്തോത്രം ഒരു പൈശാചികന്റെ ഇൻഫ്ലുവൻസാ. ഉള്ളതിനെ മോടി പിടിപ്പിച്ച് കുറച്ചുകൂടെ ഫ്ലറിഷ് ചെയ്ത് അതിനെ ആസ്വാദ്യകരമാക്കുക. ആമേൻ ആ പ്രോഡക്റ്റിനെ ഒന്ന് മഹത്വവൽക്കരിക്കുക. എന്താ പിശാചി ഇത്? നിങ്ങൾ മരിക്കുകയല്ല, അത് മാത്രമല്ല നിങ്ങളുടെ കണ്ണ് തുറക്കും. അത് മാത്രമാണോ? നിങ്ങൾ ദൈവത്തെ പോലാകും. ഞാൻ പറയുന്നതിന്റെ അർത്ഥം അവരെ ആ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഒരു വ്യാജത്തെ, ഒരു തിന്മയെ അതിനെ ആമേൻ അതിന്റെ കൂട്ടത്തിൽ കൂട്ടുചേർത്ത് ആഡ് ഓൺ ചെയ്തുകൊണ്ട് അവരെ വിശ്വസിപ്പിച്ച് പാപം ചെയ്യിപ്പിക്കാനിടയായി ദൈവകൃപയിൽ നിന്ന് അവർ വീണു പോകാനിടയായി തീർന്നു. ഞാൻ പറയുന്നത് അവന്റെ രീതികൾ എന്ന് പറയുന്നത് ഇല്ലാത്തതിനെ ഉണ്ടെന്നങ്ങ് വരുത്തി തീർക്കുകയാണ്. ഇല്ലാത്ത ഒരു കാര്യത്തെ അതിന്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്ത് ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ അന്നത്തെ കാലത്ത് താൻ നേരിട്ട പ്രയാസങ്ങൾ തന്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ദൈവിക ശുശ്രൂഷയിൽ താൻ ചെയ്യുന്നത് എന്താണെന്നും തന്റെ സമകാലിക ലോകത്തിൽ തന്നെ പോലെ ശുശ്രൂഷകരെന്ന് പറയുന്നവർ ചെയ്യുന്നത് എന്താണെന്നും പൗലോസ് മനസ്സിലാക്കിയിരുന്നു. വളരെ ശക്തമായ ഭാഷയിലാണ് പൗലോസ് ഓരോ ലേഖനങ്ങളും അവൻ ദൈവസഭയ്ക്ക് നൽകി തന്നിരിക്കുന്നത്. ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, പഴയ നിയമത്തിൽ കുറച്ച് വായിച്ചാലും പുതിയ നിയമത്തിലെ ഓരോ ലേഖനങ്ങളും നന്നായി പഠിക്കേണ്ട പുസ്തകങ്ങൾ അത്രേ. ആമേൻ സ്തോത്രം. സമയം കിട്ടുകയാണെങ്കിൽ എല്ലാം വായിച്ചു. പക്ഷെ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ 4 സുവിശേഷങ്ങളും അപ്പസ്തോലന്മാർ ഉപദേശിച്ച് തന്നിരിക്കുന്നതായ ലേഖനങ്ങളും ഞാനും നിങ്ങളും പുതിയ നിയമ യുഗത്തിൽ നന്നായി അപഗ്രഥിച്ചു പഠിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും, അത് സങ്കീർത്തനമടക്കം ഇന്നത്തെ പുതിയ നിയമത്തിൽ നമുക്ക് ഉപദേശമായി കൈക്കൊള്ളുവാൻ ബുദ്ധിമുട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും മനുഷ്യർ ചകഞ്ഞൊരു പുതിയ പ്രോഡക്റ്റ് എടുക്കാൻ നോക്കിയാൽ പലപ്പോഴും പുതിയ നിയമത്തിന്റെ ഉപദേശവുമായി അവിടെ ചേർന്ന് പോകാൻ കഴിയുകയില്ല. അത് വിവേചിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് എടുക്കാവുന്നത് മാത്രമേ എടുക്കാവൂ. എല്ലാം എടുത്ത് നമ്മുടെ മേശയിൽ വിളമ്പാൻ നോക്കിയാൽ അത് നമുക്ക് നമ്മുടെ ആത്മീകത്തിന് ഡാമേജ് വരുത്തും. കാരണം ആമേൻ ഒരുപാട് നീക്കിക്കളയേണ്ട കാര്യങ്ങളെ കർത്താവായ യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ കർത്താവ് നീക്കിക്കളഞ്ഞിട്ടുണ്ട്. നമുക്ക് മുമ്പോട്ട് കടന്നു വരാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അവിടെ പൗലോസ് പറയുകയാണ്, ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് തന്നെ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന പലരും ഉണ്ടായിരുന്നു. പൗലോസ് ഇത് മനസ്സിലാക്കി. അന്ന് പൗലോസിന്റെ കാലത്ത് അത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്രയധികം ഉണ്ടാകും. നമ്മൾ ഇതൊന്ന് തിരിച്ചറിയണം.
ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യത്തെ കൂട്ടിച്ചേർക്കുക, മായം ചേർക്കുക, ഇല്ലാത്ത കാര്യത്തെ വിശദീകരിക്കുക, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് സമർത്ഥിക്കുക, അതിന് പല പഴയ നിയമത്തിലെ ഭാഗങ്ങളും കൂട്ടുപിടിക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വചനത്തിന് വിരുദ്ധമായ, ദൈവം അംഗീകരിക്കാത്ത, ദൈവം തള്ളിക്കളഞ്ഞ, നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ ദൈവം തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ കൈക്കൊണ്ടെങ്കിലേ വിശ്വാസ ജീവിതം ദൈവഹിതപ്രകാരം പണിയപ്പെടുകയുള്ളൂ. എല്ലാം അതുപോലെ എടുത്ത് ആമേൻ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. ആമേൻ അതിൽ നിവൃത്തിയായ കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ ആത്മീകത്തിന് ദോഷം വരുത്തുന്ന കാര്യങ്ങളുണ്ട്. 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-5 വരെ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 3 മുതൽ 5 വരെ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവനൊന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുശംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായസൂത്രം എന്ന് വിചാരിക്കുന്നു. നോക്കുക, ഒരു ശുശ്രൂഷകരെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവഭക്തിയെ ആദായ സൂത്രം, അതിനൊരു മണി മേക്കിംഗ് ബിസിനസ്, അതൊരു ഉപജീവന മാർഗമാക്കി. ഇതൊന്നും ബിബ്ലിക്കൽ അല്ല. ദൈവത്തിന്റെ മക്കളെ, ബിബ്ലിക്കൽ അല്ലാത്ത രീതിയിലാണെന്ന് പല കാര്യങ്ങളും നടക്കുന്നത്. ആമേൻ, സ്തോത്രം. ദൈവം നൽകി തന്നിരിക്കുന്ന ദൈവവചനത്തിന് അധിഷ്ഠിതമായ ഉപദേശങ്ങൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. ആ ഉപദേശങ്ങളെ കാറ്റത്ത് പറത്തിക്കൊണ്ട്, ആ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, തങ്ങൾക്ക് ലാഭമുണ്ടാകുന്ന രീതിയിൽ, തങ്ങൾക്ക് നേട്ടവും തങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനുള്ള അവരുടെ ആ രീതികൾ, അത് ദൈവീകമല്ല, അത് പരിശുദ്ധാത്മാവിലുള്ള ഉപദേശങ്ങളല്ല. ഇത് പൗലോസിന്റെ കാലത്ത് പൗലോസ് ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ദൈവസഭയെ ഉപദേശിക്കുകയാണ്. അന്യതാ ഉപദേശിക്കുന്നവരുണ്ട്. പഥ്യവചനത്തിന് യോഗ്യമല്ലാത്ത രീതിയിൽ അവരുടെ ലക്ഷ്യം ഒരു മനുഷ്യന്റെ രക്ഷയല്ല, അവരുടെ ലക്ഷ്യം ആദായ സൂത്രമാണ്. അവരുടെ ഭക്തി അവരുടെ നേട്ടങ്ങളെ മുൻനിർത്തിയുള്ള ശുശ്രൂഷ രീതികളത്രേ. ഇന്നത്തെ ലോകത്തിൽ നമുക്കത് കണ്ണുകൊണ്ട് കാണാം. അവർക്ക് മറ്റൊന്നും ലക്ഷ്യമല്ല. അവർക്ക് ക്രൂശ് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. യേശുവിന്റെ മധ്യാകാശ വരവ് അവർക്കൊരു പ്രാധാന്യമുള്ള കാര്യമല്ല. അവർ മറ്റെന്തിലോ ഫോക്കസ് ചെയ്തുകൊണ്ട് ജനത്തെ ക്രിസ്തുവിന്റെ പേരും പറഞ്ഞ് ഒരു ആമേൻ സ്തോത്രം തങ്ങളുടെ കാര്യങ്ങളെ നേടിയെടുക്കുന്നു എന്നുള്ളതല്ലാതെ വചനത്തിന്റെ വ്യവസ്ഥയ്ക്കുള്ളിലുള്ള കാര്യങ്ങളിലല്ല അവർ ശ്രദ്ധിക്കുന്നത്. ഇനി പൗലോസ് തന്റെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയെ കുറിച്ച് താൻ പറയുന്നുണ്ട്. ഇതാണ് പൗലോസിന്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. അവൻ ഒരു കാര്യം പറയുമ്പോൾ, ജനത്തെ പഠിപ്പിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ താൻ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു. ആ വ്യക്തതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാള് അതിന് ചേരാത്ത കാരണം പൗലോസ് പലയിടങ്ങളിലും പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരോട് പ്രാപിച്ചതല്ല നിങ്ങളോട് അറിയിക്കുന്നത്. നമുക്ക് പൗലോസിന്റെ ഒരു പ്രത്യേകത നമ്മളൊന്ന് പഠിച്ചാൽ, പൗലോസ് വ്യക്തമാക്കുന്ന ചില കാര്യമുണ്ട്. ഒന്ന്, കർത്താവിൽ നിന്ന് പ്രാപിച്ചു പറയുന്നതുണ്ട്, കർത്താവ് കൊടുത്ത നിയോഗം അനുസരിച്ച് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മളൊന്ന് വേർതിരിച്ച് പഠിക്കണം. ചില വിഷയങ്ങൾ പൗലോസിനോട് ചോദിച്ചപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്റെ അഭിപ്രായം ഞാൻ പറയാം. വേറെ ചില ഇടങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവ് തന്നെ നിങ്ങളോട് കൽപ്പിക്കുന്നു. വേറൊരിടത്ത് പറയുന്നു, വെളിപ്പാടിലത്രേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ തന്റെ ശുശ്രൂഷയെ കുറിച്ച് താൻ എന്താണ് ജനത്തോട് പറയുന്നതെന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പലർക്കും അവരെന്താണ് പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല. അവൻ എന്താണ് പ്രസ്താവിക്കുന്നതെന്നോ എന്താണ് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതെന്നോ അതിലൂടെ ജനത്തിന് എന്താണ് ലഭിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിയാത്ത ഒരവസ്ഥയാണ്. പൗലോസ് തന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നത് ഒരു 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 1-2 വാക്യം.
അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. താൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ട്. മായം ചേർക്കാതെയും ഉപായം ഇതൊക്കെ നടക്കുന്ന, വ്യാപകമായി നടക്കുന്ന ചില കാര്യമാണ്. ഉപായം എന്തിനാണ് വാസ്തവത്തിൽ? ഉപായി ആരാണ്? ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ. നമ്മൾ വാക്കിലാണ് ആ കാര്യങ്ങളെ മനസ്സിലാക്കുക, വചനത്തിലൂടെ നാം പഠിക്കുന്നത്. എന്തിനാണ് ഉപായം? താൻ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനാണ് ഉപായം എടുക്കുന്നത്. ഈ ഉപായം നമുക്ക് ഹെരോദാവിൽ കാണാം. ഉപായിയായ ഹെരോദാവ് എന്ത് ചെയ്തു? യേശുക്രിസ്തുവിന്റെ ജനന സമയത്തെക്കുറിച്ച് കിഴക്കുനിന്ന് വന്ന വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞു. അത് യേശുവിനെ പോയി ആരാധിക്കാൻ വേണ്ടി ആയിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ കിഴക്കുന്ന് വന്ന വിദ്വാൻമാരോട് നക്ഷത്രം എപ്പോഴാണ് നിങ്ങൾ കണ്ടത്, ആ സമയം എന്നോട് അറിയിക്കാൻ പറഞ്ഞത് ആമേൻ സ്തോത്രം യേശുവിനെ പോയി ആരാധിക്കാനല്ല. ആ ഉപായം ഇന്നും പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. കണ്ണിങ്ങായിട്ട് പ്രവർത്തിക്കുന്ന ആമേൻ സ്തോത്രം പിശാചിന്റെ ഏജന്റന്മാർ ആത്മീക മണ്ഡലങ്ങളിലുണ്ട്. ആ പൗലോസ് അതുകൊണ്ടാ പറഞ്ഞു, ഞങ്ങൾ ഉപായം പ്രയോഗിക്കുന്നില്ല, ഞങ്ങൾ ഉള്ളതുപോലെ മായം ചേർക്കാതെ കൂട്ടുചേർക്കാതെ ഞങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അല്ലാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ, അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുന്നതിൽ, ദൈവസഭയെ പണിതെടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ടെന്ന് പൗലോസ് പറയുമ്പോൾ, ദൈവത്തിന്റെ മക്കളെ, നാം വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആ ലക്ഷ്യത്തിൽ നമ്മെ എത്തിക്കാത്തതൊന്നും അക്സെപ്റ്റബിൾ അല്ല. ആമേൻ സ്തോത്രം. ആ വീണ്ടെടുപ്പിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഉപദേശവും എനിക്ക് നിങ്ങൾക്കും അക്സെപ്റ്റബിൾ അല്ല. നോ മാറ്റർ അവർ മരിച്ചവൻ എഴുന്നേൽക്കട്ടെ, ക്യാൻസർ രോഗി സൗഖ്യമാക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. കാരണം ഈ പറഞ്ഞതൊക്കെ ആമേൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ടാകാം, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാകാം യേശുവിന്റെ പേരും പറഞ്ഞ്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ അന്നാളിൽ പറയും, നിങ്ങൾ എന്റെ നാമത്തെ അത് ചെയ്തു. കർത്താവ് എന്ന് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അപ്പോൾ അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം കൊടുത്ത നല്ല കൃപയെ, ജ്ഞാനത്തെ വഷളാക്കിക്കൊണ്ട് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിച്ച് ഉപദേശവിരുദ്ധമായ രീതിയിൽ ശുശ്രൂഷ ചെയ്ത് ആദായ സൂത്രമാക്കി ഭക്തിയെ കൊണ്ടടക്കുന്ന ശുശ്രൂഷകന്മാർ അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഹല്ലേലൂയ. അവരാണ് വഴിതെറ്റിക്കുന്നത് സത്യവിശ്വാസികളെ. അടുത്ത വാക്യം വായിച്ചോട്ടെ, 1 തിമോത്തി 4:16. പൗലോസ് തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ തന്റെ അടുത്ത ജനറേഷനെ കുറിച്ച് പോലും അവന്റെ കൺസേൺ നോക്കുക. തന്റെ കാലം കഴിയുമ്പോൾ ടേക്ക് ഓവർ ചെയ്യേണ്ട തിമോത്തി എങ്ങനെ ആയിരിക്കണമെന്ന് തിമോത്തിക്ക് ഉപദേശം കൊടുക്കുന്നു. നിന്നെ തന്നെയും നിന്നെ തന്നെ ഉപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. പൗലോസ് പറഞ്ഞതിന്റെ ആഴം നമ്മൾ എത്ര പേര് മനസ്സിലാക്കി? പൗലോസ് പറയാ, ഉപദേശം ശരിയായ രീതിയിലല്ല തിമോത്തി നീ കൊടുക്കുന്നതെങ്കിൽ നിന്റെ കാര്യം മാത്രമല്ല കട്ടപ്പുകയാകാൻ പോകുന്നത്, നിന്റെ പ്രസംഗം കേൾക്കുന്ന സകലരും നാശത്തിലേക്ക് പോകാനിട. ഇതാണ് ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ശുശ്രൂഷകൻ ദൈവത്തിന്റെ വചനത്തിന്റെയും ഉപദേശത്തിന്റെയും വ്യവസ്ഥയിലല്ല പോകുന്നതെങ്കിൽ, അതിന്റെ ക്ലാരിറ്റിയിൽ തന്റെ ശുശ്രൂഷ നടത്തുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ദൈവം നൽകിക്കൊടുത്തതല്ല ഉപദേശിക്കുന്നതെങ്കിൽ, അവൻ ഓൾറെഡി നശിക്കുമെന്നുള്ള ഉറപ്പാണ്. അവന്റെ പ്രസംഗം കേൾക്കുന്നവരും ആ കൂട്ടത്തിൽ കണ്ടാമിനേറ്റഡ് ആകുമെന്ന്, ഇതാണ് അതിന്റെ വാർണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസിന് തിമോത്തിയോട്, തിമോത്തി, എന്റെ കാലം കഴിയും, ഞാൻ എന്റെ ഓട്ടമോടി തികച്ച് അവൻ വിശ്രാമത്തിലേക്ക് കടക്കും. നിന്റെ കാലം വരുമ്പോൾ, നീ നയിക്കുന്ന നിന്റെ ജനത്തിന്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ നിനക്ക് ഇതുപോലൊരു പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. കൂട്ടുചേർക്കാനോ മായം ചേർക്കാനോ ഉപായം ഉപയോഗിക്കാനോ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കേണ്ടതിന് എത്രയോ ബിരുദന്മാരുണ്ടെന്നറിയാമോ? പോക്കറ്റിൽ, വേറൊരാളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം നമ്മുടെ കയ്യിൽ വരുത്താൻ നല്ല വിദ്യ അറിയാവുന്നവർ. ആമേൻ. അതിന് ദൈവവചനത്തെ കൂട്ടും പിടിച്ച്, ആമേൻ, മലാക്കിയുടെ പുസ്തകത്തിലെ വാക്യവും കൂട്ടുപിടിച്ച്, സദൃശവാക്യങ്ങളിലെ വാക്യവും കൂട്ടുപിടിച്ച്, വാസ്തവത്തിൽ കൂട്ടുപിടിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല,
അവർക്ക് ലാഭം വരുത്തേണ്ടതിന്, അവർക്ക് നേട്ടം വരുത്തേണ്ടതിന് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നവരുണ്ട്. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാം. 6-ാം അധ്യായം 1 തിമോത്തി 6-ാം അധ്യായം 20-21. ഈ വാക്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. 1 Timothy chapter 6, 20 and 21. അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്ന നിന്റെ ഭക്തിവിരുദ്ധമായ വ്രതാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോടുകൂടെ പൗലോസ് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിയെ, ജ്ഞാനമെന്ന് വ്യാജമായി പറയുക. ദൈവ വചനത്തെ കുറിച്ച് അവിടെ പറയുന്നത്. നിന്റെ ഉള്ളിൽ ദൈവം ഉപനിധിയായി ഒരു നിക്ഷേപം തന്നിരിക്കുന്നു. ആ നിക്ഷേപത്തിൽ നിന്നെടുത്താണ് നീ ജനത്തിന് കൊടുക്കേണ്ടത്. ആ നിക്ഷേപം ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകരോടുള്ള ഒരു വാർണിംഗ് ഇതിനകത്തുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉപനിധി, ട്രഷേഴ്സ്, ദൈവം നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ, അതിനെ എത്രമാത്രം ക്ലാരിറ്റിയോടെ വ്യക്തതയോടെ ചെയ്യണം. അവിടെ പൗലോസ് പറയുന്ന കാര്യങ്ങൾ ജ്ഞാനമെന്ന് വ്യാജമായി പേര് പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. എന്നിട്ട് പറയുന്ന കേൾക്ക, ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് പെന്തക്കോസ്ത് അനുഭവത്തിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിൽ ആരാധിച്ച് വിശുദ്ധ വചനത്തിന്റെ നിർമ്മലതയിൽ ജീവിച്ച പലരും ഇന്ന് ആ നിർമ്മലത വിട്ടിട്ട്, ഭക്തിയാണല്ലോ, ഇതും ഭക്തിയാ അതും ഭക്തി, എല്ലാം ഭക്തിയാ. ദൈവത്തിന്റെ മക്കളെ, സത്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. സത്യം പലതില്ല, എന്നാൽ മിഥ്യ ഒരുപാടുണ്ട്. പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്, ആ ജ്ഞാനം അതിനെയും പേര് വിളിച്ചിരിക്കുന്ന ജ്ഞാനം. ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ജ്ഞാനം ദൈവികമല്ല. ജ്ഞാനമെന്ന് വ്യാജമായി പേര് പറയുന്നതിന്റെ അതിന്റെ ഭക്തിയാണ് അവർ വെളിപ്പെടുത്തുന്നത്. അവിടെ വിശുദ്ധിക്ക് പ്രാധാന്യമില്ല, അവിടെ ഹൃദയ പരമാർത്ഥതയ്ക്ക് പ്രാധാന്യമില്ല, അവിടെ വിശ്വസ്തതയ്ക്ക് പ്രാധാന്യമില്ല. അവിടെ എങ്ങനെയും ജീവിക്കാം, അവിടെ എന്തും പ്രവർത്തിക്കാം. ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. ഇത് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ പോലെ എന്ത് തിന്മയും പ്രവർത്തിക്കാം. യേശുവിന്റെ രക്തം വീടിന് മുദ്ര ഇരുന്നാ മതി, കട്ടളപ്പടി മേലും കുറുമ്പടി മേലും രക്തം ഇരുന്നാ മതി. ഞാൻ ആ ഉപദേശത്തോടു പോലും യോജിക്കുന്ന ആളല്ല. കാരണം യേശുവിന്റെ രക്തം കട്ടളപ്പടി പുരട്ടാനുള്ളതല്ല, അതും ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യമാണ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടി മേൽ പുരട്ടി എന്ന് പറയുന്നത് അതിനൊരു കാരണമുണ്ട്. ആ രക്തം ജീവനെ കാണിക്കുന്നു, രക്തത്തിൽ ജീവൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രക്തം എന്താണ് കാണിക്കുന്നത്? നിനക്ക് പകരം ഒരു ആടറുക്കപ്പെട്ടിരിക്കുന്നു. സംഹാരദൂതൻ വരുമ്പോൾ ആ രക്തം കാണുക എന്ന് പറഞ്ഞാൽ ഓൺ ബിഹാഫ് ഓഫ് യു ഒരു ഇന്നസെന്റ് ഒരു ആട് അവിടെ മരിച്ചിരിക്കുന്നു നിനക്ക് പകരമായി. അത് കണ്ടിട്ടാണ് സംഹാരദൂതൻ മാറിപ്പോകുന്നത്. എന്നും പറഞ്ഞ് നമ്മളെ ഒരു ബ്രഷ് എടുത്തിട്ട് ഒരു ടിന്നിനകത്ത് യേശുവിന്റെ രക്തം എടുത്ത് കട്ടളപ്പടിയിൽ പുരട്ടുക എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഉപദേശിക്കുന്നവരുണ്ടാകാം. യേശുവിന്റെ നിർമ്മല രക്തം നമ്മുടെ പാപം കഴുകാനുള്ളതാ, കട്ടളപ്പടിയിൽ തേക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞത്, നമ്മെ സംരക്ഷിപ്പാൻ ദൈവം തന്റെ ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തം പാപം കഴുകാനുള്ളതാണ്. ആ രക്തത്തിന് മാത്രമേ പാപം മോചിച്ചു തരാൻ കഴിയുകയുള്ളൂ. ആ രക്തം ആവശ്യമില്ലാത്തടത്തൊന്നും കയറി പുരട്ടിയേക്കരുത്. അത് നിർമ്മല രക്തമാണ്, നിർദോഷ രക്തമാണ്. ആ രക്തത്തിൽ യേശുവിന്റെ ജീവനുണ്ട്. ആ ജീവൻ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും വണ്ടിയും വീടും സംരക്ഷിക്കാൻ യേശുവിന്റെ രക്തം പെയിന്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം സ്തോത്രം, നമുക്ക് വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു ബാധയും നിന്റെ കൂടാരത്തെ അടുക്കത്തില്ല, ഒരു ദോഷവും നിനക്ക് തട്ടുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം ഉറപ്പു തരുന്നുണ്ടെങ്കിൽ ശത്രുവിന്റെ ഒരായുധവും നിന്നെ മേൽ ഫലിക്കില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് യേശുവിന്റെ രക്തം ഇട്ട് അമ്മാനമാടാനുള്ളതല്ല. ആ രക്തത്തിൽ ദൈവം കണ്ടിരിക്കുന്ന വലിയ ശ്രേഷ്ഠ കാര്യങ്ങളുണ്ട്. പെസഹ കുഞ്ഞാടിന്റെ രക്തം എന്ന് പറയുന്നത് സംഹാരദൂതൻ ഇസ്രായേൽ മക്കളെ ഒഴിഞ്ഞു പോയത് രക്തത്തിന്റെ നിറം കണ്ടിട്ടല്ല, മറിച്ച് ആ രക്തത്തിന്റെ പിന്നിലുള്ള ജീവൻ കണ്ടിട്ടാണ്. ഒരു ജീവൻ അവിടെ നഷ്ടപ്പെട്ടു. ആ ഭവനത്തിലുള്ളവർക്ക് പരിഹാരമായി ഒരു ജീവൻ അവിടെ നഷ്ടപ്പെട്ടു.
അങ്ങനെയാണ് പാസ് ഓവർ ചെയ്തു പോയത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിൽ വ്യത്യസ്ത ചിന്തയുള്ളവരുണ്ടാകാം. എനിക്ക് യേശുവിന്റെ രക്തമിട്ട് മനുഷ്യരെ പലതും കാണുമ്പോൾ ആ നിർമ്മല രക്തം ആമേൻ എന്റെ പാപത്തെ കഴുകാൻ സ്വർഗമൊരുക്കിയ നിഷ്കളങ്ക രക്തമാണെന്ന് ഓർക്കുമ്പോൾ അതെന്റെ കട്ടളപ്പടിമേൽ തേക്കാനുള്ളതല്ല, അതെന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നത് അത്രേ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ദൈവത്തിന്റെ നല്ല വഴികളെ മലിനപ്പെടുത്തുവാനും ദുരുപദേശങ്ങളിലൂടെ തങ്ങളുടെ ലാഭമുണ്ടാക്കുവാനുമാണ് സാത്താന്റെ വേലക്കാർ ശ്രമിക്കുന്നത്. ദുരുപദേശങ്ങളെ യേശു കർത്താവ് സംസാരിച്ച വചനത്താലും അപ്പസ്തോലന്മാർ ഉപദേശിക്കുന്ന ഉപദേശത്താലും വിവേചിച്ചു മനസ്സിലാക്കണം. നാം ഒരു ഉപദേശം കേൾക്കുമ്പോൾ, ആമേൻ സ്തോത്രം, വ്യത്യസ്ത രീതിയിലുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഇത് ചെയ്താലും കുഴപ്പമില്ല, അത് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെയും നമുക്കത് പ്രാപിക്കാം, ഇങ്ങനെയും പ്രാപിക്കാം. ദൈവത്തിന് എളുപ്പമാർഗങ്ങളില്ല. തിരിച്ചറിഞ്ഞുകൊള്ളുക, ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്. അത് ഓൾട്ടറേഷൻ അതിനകത്തില്ല. ദൈവം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ദൈവമാകൊണ്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ ഒരൊറ്റ വഴിയിലൂടെ സഞ്ചരിക്കാനേ നമുക്ക് സാധിക്കൂ. അതിനെ കുറുക്ക് മാർഗത്തിലൂടെ പോകാൻ പലപ്പോഴും സാധിക്കുന്ന ഇടത്ത് പോലും ദൈവം കൊണ്ടുപോയിട്ടില്ല. ദൈവമക്കൾ മനസ്സിലാക്കുക, എളുപ്പമാർഗത്തിലൂടെ സഞ്ചരിക്കാവുന്ന പാത മരുഭൂമിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം എളുപ്പമാർഗത്തിലൂടെ അല്ല ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയത്. നിങ്ങൾ അതോടെ ഒന്ന് ചിന്തിച്ചിട്ട് പോവുക. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം ഒന്ന് വായിച്ചു. Exodus chapter 13, 17 and 18. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഈ ചുറ്റി നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ പറയുന്ന ഒരു എളുപ്പമാർഗമുണ്ട്. ദൈവത്തിന്റെ മക്കളോട് ഒരു ചുറ്റി നടത്താൻ ദൈവം ആ തീരുമാനിച്ചിരിക്കും, ചുറ്റി നടന്നു. അതാ നമുക്കുള്ള ആ ദൈവിക നിയോഗം. എളുപ്പമാർഗം ദൈവം ഒരിക്കലും അവലംബിക്കുകയില്ല. ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്, അത് പൂർണ്ണതയിൽ എത്തിക്കുന്നതാണ്. നമുക്ക് തോന്നിയതുപോലെ വഴിവെട്ടിപ്പോകാൻ നമുക്ക് സാധ്യമല്ല. ബുദ്ധിയുടെ പ്രമാണം കൊണ്ടും ലോകത്തിന്റെ രീതി കൊണ്ടും ഞാനും നിങ്ങളും ആഡ് ഓൺ ചെയ്ത് മായം ചേർത്തും കൂട്ടുചേർത്തും ദൈവത്തിന്റെ വഴികളെ ആമേൻ സുഗമമാക്കാൻ നോക്കിയാൽ അത് ദൈവികമല്ല. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം തരുന്ന നിർദ്ദേശം അതാണ്. ആമേൻ സ്തോത്രം. 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. എന്തിനെ മുറുകെ പിടിച്ചുകൊള്ളണം? ഞങ്ങൾ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന ഉപദേശങ്ങളെ. അതിൽ നിന്ന് വ്യത്യസ്തമായ പലതും നിങ്ങൾ കേൾക്കുമ്പോൾ, അതിന് ചേരാത്ത പല കാര്യങ്ങളും കേൾക്കുമ്പോൾ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനത്തെ അതിനെ പൊല്യൂട്ട് ചെയ്യുവാൻ പല പ്രഷറും കടന്നു വരുമ്പോൾ, ആമേൻ സ്തോത്രം, നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നതിനെ മുറുകെ പിടിച്ചുകൊള്ളണം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വ്യക്തത തന്നിരിക്കുന്ന ഓരോ കാര്യത്തെയും മുറുകെ പിടിക്കണം. 2-ാമത് റോമാലേഖനം 16-ാം അധ്യായം 17-18. റോമൻസ് ചാപ്റ്റർ 16, 17 and 18. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവീൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. എത്ര മനോഹരമായിട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകളുടെയൊക്കെ വില നോക്കുക. അവർ ചക്കരവാക്ക് പറഞ്ഞ് മുഖസ്തുതി പറഞ്ഞ്
സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിക്കുന്നു. അവരവരുടെ വയറിനെ അത്രേ സേവിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന അവരുടെ ദൈവം അവരുടെ വയറാണ്. ദൈവത്തിന്റെ മക്കളോട് പറഞ്ഞു, നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്ക് നമ്മുടെ നിത്യതയെക്കുറിച്ചൊരു ദർശനമുണ്ട്. ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തതയുണ്ട്. അത്രയും വ്യക്തത നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ അതിനോട് ചേരാത്ത, അതിനോട് യോഗ്യമല്ലാത്തതൊന്നും, അതേത് പ്രഗത്ഭൻ പറഞ്ഞാലും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പിശാച് പലപ്പോഴും ഉപയോഗിക്കുന്നത് സാധാരണ വ്യക്തികളെക്കാൾ സമൂഹത്തിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളവരെയാണ് മലിനപ്പെടുത്തുന്നത്. അവന്റെ ഉള്ളിൽ ഒരു ദുരുപദേശം കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാം അതിലേക്ക് വശീകരിക്കപ്പെടുന്നു. അത് അവരെ മലിനപ്പെടുത്താൻ ഇടയാകുന്നു. അവരുടെ ഓർഡിനറി, അവർ അതുവരെ അനുവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മീയതയ്ക്ക് ചലനങ്ങൾ ഉണ്ടാകുന്നു. ആമേൻ, സ്തോത്രം. അതിനൊന്നും ഒരു പ്രാധാന്യമില്ലാതെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വിദ്വാൻ പറഞ്ഞു, ഉപവാസമൊക്കെ ഇന്നത്തെ കാലത്തോ എന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതൊക്കെ വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നത്. ഏതാണ്ട് ഈ അമേധ്യത്തിൽ കാലി ചവിട്ടിയ പോലെ ഉപവാസത്തെയൊക്കെ അവർ കാണുന്നത്. ഞാൻ പറഞ്ഞത് വളരെ നിസ്സാരമായിട്ട് ലാഘവ ബുദ്ധിയോടെ പലതിനെയും കാണുകയാണ്. പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രാധാന്യം കൊടുക്കേണ്ടതിന് പ്രാധാന്യം കൊടുത്തു തന്നെ വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ. ദൈവവചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശമുണ്ട്. വിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ്. ആമേൻ, സ്തോത്രം. ആദിമ നൂറ്റാണ്ട് മുതൽ സാത്താൻ ദുരുപദേശങ്ങളിലൂടെ ജനത്തെ വഞ്ചിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോ ചില സഭകൾക്ക് ശക്തമായ താക്കീത് കൊടുക്കുന്നുണ്ട്. ദൈവസഭ എന്ന് പറയുന്നതിനകത്ത് അംഗീകരിക്കാൻ കഴിയാത്ത പലതും നടക്കുന്നു. നോക്കുക, എവിടം വരെ അപ്പൊ കടന്നു? നിക്കലോവിയരുടെ പക്ഷം, അവൻ ബിലയാമിന്റെ ഉപദേശമുള്ളവർ, ഇസബൽ എന്ന പ്രവാചകി അകത്തിരിക്കുന്നു. അവൾ ചെയ്യുന്നത് വ്യാജ പ്രവചനമാണെന്ന് അറിഞ്ഞിട്ടും അവളെ നീ വെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം 7 സഭകളെ എടുത്ത് സഭയുടെ ഇടയൻ പറയുകയാണ്, അരുതാത്തത് നിന്നിൽ വരെ കടന്നിരിക്കുന്നു. എന്നിട്ട് താഴെ പറയുന്നത്, ജയിക്കുന്നവന്, ഇതിനെയൊക്കെ ജയിക്കുന്നവന്. അപ്പോൾ പലതും പല ഇടങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ എന്നിലും നിങ്ങളിലും കടക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾ സൂക്ഷിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉപനിധിയുണ്ട്. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം പകർന്നിരിക്കുന്ന ഉപദേശങ്ങളുണ്ട്, ദൈവവചനത്തിന്റെ മർമ്മങ്ങളുണ്ട്, സത്യങ്ങളുണ്ട്. അതിലാണ് ഞാൻ നിങ്ങൾ പണിയപ്പെടേണ്ടത്. അതിലാണ് ഞാൻ നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. അതിന് യോഗ്യമായ ഒരു പണി മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. ചേരാത്തതിനെ ചേർത്തുകൊണ്ടല്ല ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ആമേൻ. ദൈവവചനത്തിന് കൂട്ടുചേർത്തിട്ട് ദൈവത്തിന് ഒന്നും അവിടെ ചെയ്യാനില്ല. ഇത് കൂട്ടുചേർക്കുന്നത് പിശാചിന്റെ ശുശ്രൂഷകരത്രേ. ആമേൻ, സ്തോത്രം. അപ്പോൾ ദൈവം യേശുവിൽ നിവൃത്തിയാക്കി, ദൈവം നീക്കിക്കളഞ്ഞതും ഇനി പ്രയോജനമില്ലാത്തതുമായ പല കാര്യങ്ങളും ഇന്നും പഴയ നിയമത്തിന്റെ പിന്തുടർച്ചയായി ചെയ്തു വരുന്ന കൂട്ടങ്ങളുണ്ട്. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണമേ. ക്രിസ്തുവിൽ നിവൃത്തിയായതും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നിവൃത്തിയായതും ദൈവം നീക്കിക്കളഞ്ഞതുമായി ഇനി പ്രയോജനമില്ലാത്ത പല കാര്യങ്ങളും ഇന്നും പഴയ നിയമത്തിന്റെ പിന്തുടർച്ചയായി ചെയ്തു വരുന്ന കൂട്ടങ്ങളുണ്ട്. ലേവ്യ പൗരോഹിത്യത്തിന്റെ അവശേഷിപ്പുകളെ പൊടി തട്ടിയെടുത്ത ഭക്തിയുടെ ചേഷ്ടകൾ നടത്തുന്നവർ, ലേവ്യ പൗരോഹിത്യത്തിന്റെ അവശിഷ്ടങ്ങളെ, തിരിശേഷിപ്പുകളെ, അത് കത്തോലിക്കരുടെ ഭാഷയിലെടുത്ത തിരിശേഷിപ്പിനെ ദൈവം തള്ളിക്കളഞ്ഞ് പ്രാകാരത്തിന്റെ പോലും വെളിയിലെടുത്തെറിഞ്ഞു കളഞ്ഞ് മനുഷ്യനെ സ്വതന്ത്രനാക്കിയിട്ടും ഇന്നും ആ പഴയ കുറ്റിയും കൊളുത്തും എടുത്തോണ്ട് വന്നിരിക്കുക. ഞാൻ പറഞ്ഞത്, ദൈവം എങ്ങനെ അംഗീകരിക്കും? തന്റെ പുത്രനെ 2 കള്ളന്മാരുടെ നടുവിൽ അധർമ്മിയെ പോലെ തൂക്കിയിട്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കർമ്മമാർഗം കൊണ്ടും മനുഷ്യന്റെ നീതിപ്രവൃത്തി കൊണ്ടും അവൻ കാണിക്കുന്ന ഭക്തിയുടെ ചേഷ്ട കൊണ്ടും അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് പഠിപ്പിച്ചാൽ
ആ പഠനത്തെ ഞാനും നിങ്ങളും ചോദ്യം ചെയ്യണം. ക്രിസ്തുവേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നിവൃത്തിയാക്കിയത്, ദൈവം എന്നേക്കുമായി നീക്കിക്കളഞ്ഞത്. വായിച്ചാട്ട് 2-3 വാക്യങ്ങൾ. ഹെബ്രായ ലേഖനം 7:11. ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് 11. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹ്റോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? ചോദിക്കുകയാണ്, അഹ്റോന്റെ പൗരോഹിത്യത്തിൽ പൂർണ്ണത ലഭിച്ചിരുന്നു എങ്കിൽ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മറ്റൊരു മഹാപുരോഹിതൻ ഉണ്ടാകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? വളരെ കൃത്യമായ ചോദ്യമാണ്. ലേവ്യ പൗരോഹിത്യത്തിന്റെ ബാക്കിയും കൊണ്ട് നടക്കുന്നവർ അവർ വായിക്കേണ്ട ഒരു ഭാഗമാണിത്. ലേവ്യ പൗരോഹിത്യത്തിന്റെ ബാക്കി ഭാഗമാണ് പുരോഹിത വസ്ത്രങ്ങൾ, ധൂപക്കുറ്റി, അംശവടി, ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, വേഷവിധാനങ്ങൾ, വസ്ത്രങ്ങൾ. ഇതെല്ലാം ലേവ്യ പൗരോഹിത്യത്തിന്റെ ബാക്കിയാണ്. ലേവ്യ പൗരോഹിത്യത്തെ തള്ളിക്കളഞ്ഞിട്ട് ദൈവം മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുതിയ ക്രമം വെച്ചിട്ട്, നോക്കുക ദൈവത്തിന്റെ വചനം എവിടെ നിൽക്കുന്നു, മനുഷ്യർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്. ദൈവം തള്ളിക്കളഞ്ഞിട്ട് കൃപാസനത്തെങ്കിലേക്ക് ധൈര്യത്തോടെ ചെല്ലാൻ തന്റെ പുത്രന്റെ ശരീരത്തിലൂടെ വഴി തുറന്നു തന്നിട്ടും ഇന്നും കർട്ടനിട്ട് മറച്ചിട്ട്, സ്വർഗം കീറിക്കളഞ്ഞ കർട്ടനെ ഇന്നും കർട്ടനിട്ട് മൂടിയിട്ട് മനുഷ്യനെ അന്ധനാക്കാൻ ശ്രമിച്ചാൽ അത് ദൈവീകമെന്ന് കാണാൻ സാധ്യമല്ല. അപ്പോൾ ലേവ്യ പൗരോഹിത്യത്തിന്റെ ദൈവം നീക്കിക്കളഞ്ഞതിനെ പലതിനെയും പിന്തുടർച്ചയായി ഓർത്തഡോക്സുകാർ പാടുന്ന പോലും കേട്ടിട്ടില്ലേ, ഇങ്ങനെ പൗരോഹിത്യം പിന്തുടർച്ചയായി കിട്ടിയ നാർക്ക് സെക്കരിയാവ് അത് യോഹന്നാന് കൊടുത്തു. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല യോഹന്നാൻ എവിടെയെങ്കിലും പോയി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു. യോഹന്നാൻ അത് യേശുവിന് കൊടുത്തു. യേശു എവിടെയെങ്കിലും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, യേശു മരിച്ച ശേഷമാണ് മഹാപുരോഹിതനായിട്ട് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത്. ഭൂമിയിൽ അവന് പുരോഹിതനായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ ലേവ്യ ഗോത്രത്തിൽപ്പെട്ടതല്ല. അവൻ യഹൂദ ഗോത്രത്തിൽ ഇരിക്കുമ്പോൾ യഹൂദ ഗോത്രത്തിലുള്ളവൻ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. അഹ്റോൻ എവിടെയെങ്കിലും ധൂപക്കുറ്റി വീശിയതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ടോ? അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. അപ്പൊ അത് മോശയിലൂടെ കയറി, സെക്കരിയാവിലൂടെ കയറി, യോഹന്നാനിലൂടെ കയറി, യേശുവിലൂടെ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കയറ്റിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവിലുള്ളതല്ലത്. അത് കേൾക്കുമ്പോൾ ഒരു രസം കാണുമോ? സെക്കരിയാവിന് ശേഷം യോഹന്നാൻ, യോഹന്നാന് ശേഷം യേശു, യേശുവിന് ശേഷം അപ്പസ്തോലൻ, ഇങ്ങനെ പോരും. കേൾക്കാൻ നല്ല സുഖം തോന്നും. പക്ഷെ അങ്ങനല്ല ഇവിടുത്തെ വ്യവസ്ഥ. ഒന്നിനെ നീക്കിക്കളഞ്ഞു. സ്വർഗത്തിലെ ദൈവം കർട്ടനും കീറിക്കളഞ്ഞു. ആ മനുഷ്യ കൈകൊണ്ടല്ല കീറിയത്. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണ് ദൈവാലയത്തിലെ തിരശീല മുകള് തൊട്ട് താഴെ വരെ കീറി ദൈവം. മാത്രമല്ല അഹ്റോൻ തന്റെ പൗരോഹിത്യ വസ്ത്രം വലിച്ചു കീറി. ഇതെന്തിനാ കാണിക്കുന്നേ? ദൈവം പൗരോഹിത്യത്തെ തീർത്ത് കളഞ്ഞു. ആലയത്തിനകത്തെ കർട്ടൻ കീറി. കയ്യാഫ തന്റെ പുരോഹിത വസ്ത്രം കീറി. എന്താ ഇത് കാണിക്കുന്നേ? ദൈവം ലേവ്യ പൗരോഹിത്യത്തെ നീക്കിക്കളഞ്ഞു. നീക്കിക്കളഞ്ഞിട്ടും അതിൽ അവശേഷിച്ചിരിക്കുന്ന അവൻ അവിടെ കിടന്ന ബാക്കി ചാക്കിനകത്ത് കെട്ടി അവൻ ഇങ്ങ് കൊണ്ടുവന്ന് പുതിയ നിയമത്തിനകത്ത് കയറ്റാൻ ശ്രമിച്ചാൽ അത് ദുരുപദേശമാണ്. അത് എത്ര ജനസംഖ്യ കൂടിയ കൂട്ടമാണെങ്കിലും, കോടിക്കണക്കിന് ജനം അതിന്റെ പിന്നിൽ ആരവം മുഴക്കി നടക്കുന്നുണ്ടെങ്കിലും വേദപുസ്തകം അതിന് ഘടകവിരുദ്ധമായി നിൽക്കുന്നു. മുദ്രകളും അടയാളങ്ങളും കിഴക്ക് നോക്കി പ്രാർത്ഥനയും കിഴക്ക് ദർശനവും അതൊക്കെ അങ്ങ് ദാനിയേലിന്റെ കാലത്ത് യെരുശലേമിന് നേരെ നോക്കി പ്രാർത്ഥിക്കുക. ദാനിയേൽ പ്രാർത്ഥിച്ചത് എങ്ങനായിരുന്നു? യെരുശലേമിന് നേരെ നോക്കി. ആമേൻ, സ്തോത്രം. കിഴക്ക് നോക്കി, വടക്ക് നോക്കി, പടിഞ്ഞാറ് നോക്കി, ചില പ്രത്യേക ദിവസങ്ങൾ. ഇതൊക്കെ എവിടുന്ന് വന്നതാ? ബിബ്ലിക്കൽ അല്ല ഇതൊന്നും. എല്ലാ ദിവസവും ദൈവം തരുന്ന ദാനമാണ്. ഒരു ദിവസത്തിനും പ്രത്യേകതയില്ല.
പ്രാർത്ഥനയും ശബത്തും പെരുന്നാളും വിശേഷ ദിവസവും എല്ലാം ഇതിന്റെ ഭാഗമാണ്. ഏതിന്റെ? ലേവ്യ പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്. ശബത്തും പെരുന്നാളും കൊടിയും കൊടിത്തൂറയും എന്ത് വേണ്ട സകല പരിപാടികളും വെടിക്കെട്ടും റാസയും എല്ലാം എന്തിന്ന് വന്നതാ? ഒന്നാം തരം റാസ എവിടെ നടന്നെന്നറിയാം? ഈ റാസ ഓർക്കുമ്പം ഒന്നാം തരം റാസ നടന്ന എവിടാന്നറിയാവോ? സീനായി പർവ്വതത്തിന്റെ താഴെ. എന്നാ മേളമായിരുന്നറിയാവോ? മോശ മുകളിലോട്ട് പോയ സമയത്ത് എന്നാ ഉത്സവം താഴെ നടന്നത്. അവര് പറഞ്ഞത് എന്താണ്? കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞത് എന്താ? ഇതാണ് മിസ്രയീമിൽ ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം. അല്ലേ? മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയുന്നതിന്റെ അർത്ഥം, അവിടെ മോശയോട് ദൈവം പറയുന്നുണ്ട്, അത് ജയത്തിന്റെ പാട്ടല്ല, തോറ്റുപാടുന്നവരുടെ പ്രതിഗാനവുമല്ല, അത് വേറെ സംതിങ് റോങ്. ദൈവത്തിന്റെ മക്കളോടെ ആരവമെല്ലാം ദൈവികമല്ല, ആൾക്കൂട്ടമെല്ലാം ആത്മീകമല്ല. ദൈവം ഇതിനെ ഒന്നും അംഗീകരിക്കുന്നില്ല. പ്രാർത്ഥനയും ശബത്തും പെരുന്നാളും വിശേഷ ദിവസങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമാണ്. വെളിച്ചം വന്നിട്ടും ഇരുട്ടിൽ തപ്പി നടക്കുന്നവർ. വായിച്ചാട്ട് കൊലോസി ലേഖനം 2-ാം അധ്യായം 16 മുതൽ 18 വരെ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ ബിരുദ തെറ്റിക്കരുത്. അവസാനത്തെ വാക്കാശ്രയിക്ക, തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർ. പൗലോസ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നുണ്ടോ? ശബത്തും പെരുന്നാളും വാവും ഇതെല്ലാം വരാനിരുന്നതിന്റെ നിഴലത്രേ. എന്തായിരുന്നു വരാനിരുന്നത്? ക്രൂശിലെ പരമയാഗം. ആ പരമയാഗം എന്ന് നടന്നു അന്ന് ആ പഴയതിന് മുഴുവൻ ദൈവം നീക്കം വരുത്തി. ഇനി ഒരു ദിവസത്തിനും പ്രാധാന്യമില്ല. എല്ലാ ദിവസവും ദൈവം ദാനമായി തരുന്നു. ഓരോ ദിവസവും രാവിലെ സ്തോത്രം ചെയ്യണം. ദൈവമേ, ഈ ദിവസം ദാനം തന്നതോർത്ത് സ്തോത്രം. ഒരു ദിവസത്തിന് നമുക്ക് പ്രത്യേകതയില്ല. ഡിസംബർ 31-നും പ്രത്യേകതയില്ല, ജനുവരി 1-നും പ്രത്യേകതയില്ല. പിന്നെ എന്തിനാ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൊല്ലക്കാലം ദൈവം നടത്തിയെന്നോർത്ത് നന്ദി പറയാൻ കുടിക്കൂ. ഞാൻ പറഞ്ഞത് കൂടുതൽ പ്രാധാന്യമില്ലാത്തതിന് നമ്മൾ പ്രാധാന്യം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അവിടെ ആ പ്രശ്നം. അത് ഏതാണ്ട് ശാപദോഷം കിട്ടിയതുപോലെ അതും ചെയ്തില്ലെങ്കിൽ, അന്നത് നടന്നില്ലെങ്കിൽ ഏതാണ്ട് വന്ന് ഭവിക്കും. ആമേൻ. അങ്ങനെ ദിവസങ്ങൾക്കോ സ്ഥലത്തിനോ ഒന്നും ഒരു പ്രത്യേകതയില്ല. ആമേൻ, സ്തോത്രം. ഇരുട്ടിൽ തപ്പി നടക്കുകയാണ്. സത്യം വെളിപ്പെട്ടിട്ടും ക്രൂശ് മരണത്തിലൂടെ പുത്രനെ ലോകത്തിൽ വെളിപ്പെടുത്തിയിട്ടും തലയെ മുറുകെ പിടിക്കാതിരിക്കുന്ന ബിരുദന്മാരുണ്ടെന്നാണ് പൗലോസ് പറഞ്ഞത്. അവരുടെ ലക്ഷ്യം തലയെ മുറുകെ പിടിക്കാതിരിക്കുക. ആരാ തല? ക്രിസ്തു അത്രേ തല. യേശുക്രിസ്തുവിൽ ഏകാഗ്രമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോയി വിടാതെ, ക്രിസ്തുവിൽ നിവർത്തിയായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, ആമേൻ, സ്തോത്രം, നിഴലിന്റെ പിന്നാലെ നടക്കുന്നവർ. നമുക്ക് ദൈവത്തിന്റെ കൃപയാൽ എന്തിനെ കിട്ടി? പൊരുളാകുന്ന ക്രിസ്തുവിനെ കിട്ടിയ നമ്മൾ നിഴലിന്റെ പിന്നാലെ നടക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ദൈവദോഷമല്ലേ അത്? പുത്രനെ നമുക്ക് തന്ന് നമ്മെ വെളിച്ചത്തിൽ നടത്തുമ്പം നമ്മൾ നിഴലിന്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് കാണിക്കുന്ന മഹാപാപമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയം അല്പം കൂടെ കൂടുതൽ ഉള്ളത് കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ തലവണക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിശ്രേഷ്ഠ പ്രമാണങ്ങൾ നമ്മുടെ ഉള്ളിൽ ദൈവം ഉപനിധിയായി തന്നിരിക്കുമ്പോൾ നാം വിശ്വസിക്കുന്നതും നാം ചെയ്തു വരുന്നതും നാം പ്രാധാന്യം കൊടുക്കുന്നതുമായ കാര്യങ്ങൾ, അതിനെ മലിനപ്പെടുത്തുവാനുള്ള പല ശ്രമങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വരുമ്പോൾ, ഇനിയുള്ള കാലങ്ങളിൽ ജ്ഞാനമെന്ന് വ്യാജമായി പറയുന്നതിന്റെ പിന്നാലെ അനേകർ വഞ്ചിക്കപ്പെടുമെന്ന് വചനത്തിൽ നാം കാണുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് മക്കളോട് പറയട്ടെ, തലയെ മുറുകെ പിടിക്കാതെ നിഴലിന്റെ പിന്നാലെ നടക്കുന്നവർ, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇന്നലകളിൽ ഞാനും നിങ്ങളും അതിന്റെ ഭാഗമായി നിന്നവരാണ്. അന്നത് വലിയ ശ്രേഷ്ഠമെന്ന് ചിന്തിച്ചതാണ്. അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നതാണ്.
എന്നാൽ സത്യം ഗ്രഹിച്ചപ്പോൾ, യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയപ്പോൾ അതൊക്കെ അഭക്തിയുടെ ഭാഗമാണെന്നും അത് വ്യാജമായ പഴയ നിയമത്തിന്റെ ചേഷ്ടകളാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇന്നും അനേകർ അതിനെ ശ്രേഷ്ഠമെന്ന് എണ്ണിക്കൊണ്ട് അതാണ് ആത്മീയമെന്ന് ചിന്തിച്ച ബന്ധനത്തിൽ കിടക്കുമ്പോൾ അത് ദുരുപദേശത്തിന്റെ ഭാഗമത്രേ. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, പരീശന്മാരുടെയും സദൂക്കരുടെയും പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ, അത് നിങ്ങളെ പുളിപ്പിക്കാൻ ഇടയാകും. നമുക്ക് ലഭിച്ചിരിക്കുന്നതിനെ മുറുകെ പിടിക്കുക. എന്താണ് നാം കേൾക്കുന്നത്? ആമേൻ. സാത്താന്റെ വേലക്കാരിന്ന് സജീവമായിട്ട് ലോകത്തിൽ ഉണ്ട്. അന്ന് അപ്പസ്തോലനായ പൗലോസിന്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്ര അധികമായിട്ടുണ്ടാകും. വാക്ചാതുര്യമുള്ളവരുണ്ടാകും, ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ടാകും, ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളെ തെറ്റായ രീതിയിൽ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ടാകും. കാരണം സാത്താൻ തന്നെ ദൈവം കൊടുത്ത ജ്ഞാനത്തെ വഷളാക്കിയവനാണ്. വ്യാപാരത്തിന് പെരുപ്പം വന്നപ്പോൾ ദൈവ വഴിവിട്ട് സഞ്ചരിച്ചവനാണ് ലൂസിഫർ. ആമേൻ. അവന് നല്ലൊരു കെരൂബായിരുന്നു, മറന്നു പോകരുത്. കുറെ കാലം അവനും നല്ല ഒരു കെരൂബായിട്ട് ആമേൻ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചു. എന്നാൽ അവന്റെ അന്തർഭാഗത്ത് സാഹസം വന്നപ്പോൾ ദൈവ വഴിവിട്ട് സഞ്ചരിക്കാനുള്ളവന്റെ ആഗ്രഹം അവനെ സാത്താനാക്കി മാറ്റി. അവന്റെ വേലക്കാരും തുടക്കം ഒരുപക്ഷെ നല്ലതായിരിക്കാം, ആരംഭം അവരുടെ നല്ലതായിരിക്കാം, തുടങ്ങിയത് ആത്മാവിലായിരിക്കാം, എന്നാൽ ജഡത്തിലേക്ക് പോകുന്ന അനുഭവം ഇന്ന് സുലഭമായിട്ട് കാണാൻ ഇടയാകുന്നുണ്ട്. വഞ്ചിക്കപ്പെടരുത് ദൈവത്തിന്റെ മക്കളെ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം കെട്ടി മനുഷ്യരെ താൻ പോകാനിരിക്കുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും നടത്തുമ്പോൾ ഞാനും നിങ്ങളും നരകത്തിൽ പോകാനുള്ളവരല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലെത്രേ. അവിടെ നിന്ന് കർത്താവായി യേശു രക്ഷിതാവായി വരുമെന്ന് ഞാനും നിങ്ങളും പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തേണ്ടതിന് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനെ കാക്ഷിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഉള്ളത്തിൽ ആമേൻ സ്തോത്രം ഞരങ്ങിക്കഴിയുന്നു. നമുക്കൊരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എല്ലാ മനസ്സുകളും ഒന്ന് തുറന്നു കൊടുത്താട്ട് ആമേൻ സ്തോത്രം. ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നമുക്ക് പണിയപ്പെടാം. ഹല്ലേലൂയ. ക്രിസ്തു തന്നെ മൂലക്കല്ലായി അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്റെ മേൽ അവർ ഉപദേശിച്ചു തന്ന ദൈവവചന ഉപദേശത്തിന്റെ മേൽ ജീവനുള്ള കല്ലുകളായി ഓരോ ദിവസവും പണിയപ്പെട്ട് ക്രിസ്തുവാകുന്ന തലയോളം നാം വളരേണ്ടിയിരിക്കുന്നു. ഉപദേശത്തിന്റെ കാറ്റിൽ തെറ്റി വീഴുന്ന ശിശുക്കളായിരിക്കാതെ ശിശുത്വം വിട്ടുകൊണ്ട് വളർച്ചയിലേക്ക് കടന്നു വന്ന പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിന്റെ വൈകിയ വേളയ്ക്കായി സ്തോത്രം. ഈ ദിവസം ദാനം തന്ന നല്ല കർത്താവേ, തിരുസന്നിധിയിൽ അല്പസമയം ഞങ്ങൾക്ക് വേറിട്ടിരുപ്പാൻ, ദൈവവചനത്തിന്റെ സത്യങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഉപനദി എന്തെന്ന് മനസ്സിലാക്കുവാൻ, ലോകത്തിൽ നടക്കുന്നത് എന്താണെന്നൊന്ന് തിരിച്ചറിയുവാൻ, ആമേൻ തലയെ മുറുകെ പിടിക്കാതെ ആമേൻ ഭക്തിയെ ആദായ സൂത്രമായി മായം ചേർത്തും കൂട്ടുചേർത്തും നടക്കുന്ന അനേകർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് കർത്താവേ. അവര് സത്യസഭയെ മലിനപ്പെടുത്താൻ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഞങ്ങൾക്ക് നിത്യജീവനെ കാക്ഷിച്ച് ജീവിപ്പാൻ, ആത്മാവിൽ പ്രാർത്ഥിച്ചും പോരാടിയും ജാഗരിപ്പാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന വചനപ്രകാരം ഇന്നലകളിൽ അനുവർത്തിച്ചു പോകുന്ന ആമേൻ നിഴലായ പലതിനെയും വിട്ട് പൊരുളായ ക്രിസ്തുവിനെ അനുഗമിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ദൈവവചനം ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവരുടെ ഉള്ളത്തിൽ കർത്താവേ അവർ പ്രവർത്തിക്കുന്ന അവരുടെ ആത്മീകത, അവരുടെ അനുഭവം എന്തെന്ന് വചനത്തിലൂടെ ഒന്ന് ശോധന ചെയ്യുവാൻ, വിട്ടുകളയേണ്ടത് ദൈവം തള്ളിക്കളഞ്ഞതിനെ ആമേൻ ഹൃദയപൂർവ്വം തള്ളിക്കളഞ്ഞ് ഏറ്റെടുക്കേണ്ടതിനെ ഏറ്റെടുത്ത് നിത്യതയുടെ ദർശനത്തിൽ നടത്തണമെന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ ജനത്തെ എല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവേ, അവരുടെ ജഡത്തിന് ആവശ്യമായ നന്മകളും വിടുതലുകളും ദൈവം നൽകണമേ. അവരുടെ പ്രാണനെ വീണ്ടെടുത്ത കർത്താവ് ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സംരക്ഷിച്ച് നിന്റെ ചിറകടിയിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ല ആലോചനക്കാരനായി കൂടെ ഇരുന്ന ആത്മീക അനുഭവത്തെ ആമേൻ സ്തോത്രം അതിനെ നല്ല രീതിയിൽ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പിന്നെയും കൂട്ടായ്മ ആചരിക്കുമ്പോഴും നിന്റെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ഈ രാത്രികാലം കേട്ടത് കൊണ്ട് സ്തോത്രം. മാനവും മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിന് അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകം പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഗ്രേസ് ആൻഡ് ട്രൂത്ത് ക്രിസ്ത്യൻ മിനിസ്റ്റർ പ്രവർത്തനങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. അമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ